ഇതിനെങ്ങനെ എടുക്കുന്നു. ഇത് പുൽച്ചാടിയാണ് കേട്ടോ. ഇതിനെങ്ങനെ എടുക്കുന്നു. അടിപൊളി. ഇവയൊക്കെ കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് കേട്ടോ. പാമ്പ് പഴുതാരാവും. ഹാരിസൊക്കെ പോയി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പട്ടായയിലൊരു ലോക്കൽ മാർക്കറ്റിലാണ് കേട്ടോ. ആക്ച്വലി ഈ മാർക്കറ്റിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രുചികൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ആ രുചികൾ നമ്മൾ എന്താണെന്നുള്ളതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഹാരിസൊക്കെ ഞങ്ങളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഹാരിസൊക്കെ പറഞ്ഞ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ ഇത്. എന്താ പറയുക, കടിക്കുന്നതും തിരിച്ചു കടിക്കാത്തതുമായിട്ടുള്ള എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുന്നു. ഇതൊക്കെ കാണിച്ചു തരാം. കഴിച്ചു നമ്മൾ എടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടോ, അത് അവർ എണ്ണയിലിട്ട് വറട്ടിയെടുക്കുകയാണ് കേട്ടോ. എല്ലാം വേവിച്ച് എടുക്കുകയാണ്. ഹാരിസൊക്കെ വീണ്ടും എന്ത് ചെയ്തു, കോപ്പിയും പറഞ്ഞു കേട്ടോ. അങ്ങനെ 2 പേളിനെ കൂടി ഞങ്ങൾ എന്ത് ചെയ്തു, എടുത്തായിരുന്നു. അതിനപ്പുറത്തൊരു പാത്രത്തിൽ കണ്ടോ വേവിക്കാൻ വേണ്ടിയിട്ടു. ഇനി എന്തൊക്കെയാണെന്നുള്ളത് കണ്ടറിയാം. നല്ല ടേസ്റ്റാണ് സാധനം. കഴിച്ചു അടിപൊളിയാണ്. അഭിപ്രായം പറയും. എണ്ണയിലിട്ട് മോരിക്ക് അടിപൊളി. ഒരെണ്ണം കഴിച്ചോ? ലാസ്റ്റ് ചാൻസ്. അതുപോലെ bamboo. It's a bamboo worm. ടേസ്റ്റി. അടിപൊളി ഫ്രൈയാ, അടിപൊളി ഫ്രൈ. അവർ നമുക്കിപ്പം ഈ സാധനം നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ എണ്ണയിലിട്ടും തരും, വറുത്ത് അടിപൊളിയായിട്ട് നമുക്ക് തരും. അതിന് നമ്മൾ ആ സംഭവമാണ് ഇതാ ഇത് കേട്ടോ. ഇതിൽ നിന്നാണ് നമ്മൾ കുറേ സംഭവം കഴിച്ചത് കേട്ടോ. ഇതിനെങ്ങനെ എടുക്കുന്നു. ഇത് പുൽച്ചാടിയാണ് കേട്ടോ. ഇതിനെങ്ങനെ എടുക്കുന്നു. ഇങ്ങനെ യമ്മി. ഇക്കാക്കി ഇവിടെ കൊടുക്കാം. തായ്ലൻഡിലെ വിവിധ രുചികൾ നമ്മളെന്ത് ചെയ്യുക, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും എനിക്ക് കേട്ടോളൂ കേട്ടോളൂ. വരൂ വരൂ വരൂ. നമ്മുടെ കയ്യിൽ 2 തേളാണുള്ളത്. അതിന്റെ ഫോട്ടോ എടുത്തോ. തേള കഴിക്കാൻ പോണത്. അടുത്ത തേള് ആരാന്ന് വെച്ചാൽ ഞാൻ പിടിച്ചോ. ഓക്കെ, അപ്പോൾ വലിയ തേള തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ തേള് തിന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ തേളിൻ്റെ വാലും ഒരു മുള്ളുണ്ട്. ആ മുള്ള് നമ്മൾ ആദ്യം ഒടിച്ചു കളയണം. ഓക്കെ, വാലുമുള്ള മുള്ള് ഒടിച്ചു കളയണം. ഇല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പാണ്. കണ്ടോ കണ്ടോ, ഷാർപ്പാണത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ കാലുണ്ട്. കാല് നമ്മൾ ഒടിച്ചു കളയണം. ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല, നമ്മൾ ഞണ്ടിൻ്റെ കാല് പോലെ ഇരിക്കുന്നത്. അത് 2 ഒടിച്ചു കളയുന്നത്. ഇത് 2 ഒടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ റെഡിയായി കഴിഞ്ഞു. ഇത് കയ്യിലുണ്ട് കേട്ടോ. കഴിക്കണവർക്ക് ഇത് ചവച്ച് തുപ്പി കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് ഓക്കെ കഴിക്കല്ലേ. നമ്മൾ തിന്നാൻ കഴിക്കുന്നത് റെഡി റെഡി.
അപ്പൊ തേട് കഴിക്കാൻ പോണ്. യെസ്, ഉള്ളൂ. ഇതിനകത്ത് സാധനം കണ്ടില്ല, നാച്ചുറൽ പ്രോട്ടീൻ റിച്ച്, നാച്ചുറൽ വയാഗ്ര. ഇതോരം നിന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഇപ്പൊ തന്നെ തേള് മേടിച്ച് കഴിക്കും. ഇതോരം നിന്ന് 8 ദിവസം വയാഗ്ര കഴിച്ചതിന് തുല്യം എന്ന് പറയുന്നത്. ബോഡിയിലെ മൈക്രോ നാനോ നെർവ്സിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. കഴിച്ചു കാര്യം ഉണക്ക കൊഴുവ കഴിച്ചവരുണ്ട്. അടിപൊളി കേട്ടോ. ഇത്രയും കൂടെ ഉണ്ടോ? ആർക്കെങ്കിലും കഴിക്കണോ? എന്താ വേണ്ട? പാമ്പ് ഫ്രൈ, പഴുതാരം ഫ്രൈ, എന്താ വേണ്ട? വരൂ, പാമ്പ് പഴുതാരം അതിലുണ്ട്, കൊറിയയിലുണ്ട്, ഇവിടെയുണ്ട്, വിയറ്റ്നാം, കംബോഡിയ എല്ലാം യൂസിലൊരു സംഭവം കഴിക്കുന്നത്. നാച്ചുറൽ വയാഗ്രാണ്. അതിന് ഭയങ്കര ഹൈ ഡിമാൻഡാണ്. വയാഗ്ര നമ്മൾ സെക്ഷൽ മാത്രമായിട്ടല്ല, നമ്മുടെ ബോഡിയിലെ മൈക്രോ നാനോ നെർവ്സിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ബ്രെയിനിലുള്ള ലൈൻസ്, കണ്ണിനകത്തുള്ളത്, അങ്ങനെ ശരീരത്തിൽ എവിടെയൊക്കെ ഇതുണ്ട് അതിനൊക്കെ വീക്കായിട്ടുള്ളതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഗുണമുള്ള സാധനമാണ്. പക്ഷേ ആ ഗുണം കിട്ടണമെങ്കിൽ ഇത് കഴിച്ച 6 മണിക്കൂർ നേരത്തേക്ക് കാർബണേറ്റഡ് ഐറ്റംസ്, പെപ്സി, കോള, സോഡ, വിസ്കി, ബിയർ, ടീ, കോഫി കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടും. ബാക്കിയെല്ലാം നോർമലി നാച്ചുറൽ പ്രോട്ടീൻ എന്നുള്ള നിലയ്ക്ക് അവർ കഴിക്കുന്നതാണ്. അങ്ങനെ ശാസ്ത്രീയമായിട്ട് വളർത്തുന്നത്. ഇത് ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാൽ ഈ തേള്, പഴുതാര ഇതൊക്കെയെന്ന് പറയുന്നത് ഈ തായ്ലൻഡുകാരുടെ ഹെൽത്തി ഫുഡെന്നാ തോന്നുന്നത്. അതുകൊണ്ട് അവരിങ്ങനെ നല്ല വേർതിരിക്കുന്നതായിട്ട്. ഹാരിസിക്കയുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണ്. അപ്പൊ ഇവൻ ഇത്തിരി ആരോഗ്യത്തിന് മോശമായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഇത് കഴിച്ചോടുകൂടി ഇനി അടുത്ത തവണ അടുത്ത വർഷം സമയമാണ് 7 ദിവസം വയറാണ്. അല്ല, വേറൊന്നല്ല കേട്ടോ. തായ്ലൻഡിലുള്ള ഇവിടെ ഉള്ളവര് മൊത്തം കഴിക്കുന്ന ഫുഡായത് കേട്ടോ. അപ്പൊ അതായിരിക്കും അവരുടെ ഭംഗിയുടെയും എന്താ പറയാ അവരുടെയൊക്കെ സൗന്ദര്യത്തിന്റെ രഹസ്യം തോന്നുന്നു കേട്ടോ. നമ്മളൊക്കെ നല്ല കറുത്തിരിക്കല്ലേ. അപ്പോ അങ്ങനെ നമ്മള് ആര് കഴിക്കാനാ ഇനി ഇരിക്കട്ടെ. അപ്പോ അല്ല കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ മെഡിക്കലിന്റെ സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനെ തേളിനെയും പൊളിച്ചാടിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും മാർക്കറ്റിനകത്തോടി ഫുള്ള് നടക്കാൻ തീരുമാനിച്ചിട്ടു. അടുത്തിന് എന്ത് കഴിക്കാനുണ്ടാവുമെന്നുള്ളൊരു എന്താ പറയുക അന്വേഷണമാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഈ മാർക്കറ്റിനകത്ത് അടിപൊളി സെറ്റപ്പാണ് അവർ ചെയ്യുന്നുണ്ട്. സൈഡിൽ ചെറിയ സ്ട്രീറ്റാണ്. അപ്പോൾ ഓരോ കടയുടെയും ഫ്രണ്ടിൽ അവർ കുറേ എന്താ പറയുക ചെയർ, ഡെസ്ക് അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക ഈ ഷോപ്പിൽ നിന്നൊക്കെ ഫുഡ് മേടിച്ചിട്ട് നമുക്കിവിടെ നിന്നിരുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ പിന്നെ കുറേ ജ്യൂസ് ഐറ്റമൊക്കെ വിൽക്കുന്ന കുറേ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓറഞ്ച്, ലൈം, അങ്ങനെ കുറേ ജ്യൂസൊക്കെ ഉള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ സീ ഫുഡ് വിൽക്കുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ. ഇതൊക്കെ വന്നിട്ട് ഫുള്ള് സീ ഫുഡ് ഐറ്റംസാണ് കേട്ടോ. ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട്. കണവയുണ്ട്, പിന്നെ എന്താ പറയുക കൊഞ്ച് ഐറ്റംസ് ഉണ്ട്. ആ ഒരു പ്ലേറ്റിൽ തന്നെ ഏകദേശം ഒരു 7-8 പീസ് എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 200 ബാത്താണ് ഒരു പ്ലേറ്റ് കൊഞ്ചിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ.
എത്ര പേരല്ല ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ വാങ്ങിയിരുന്ന് കഴിച്ചു പോകുന്നത്. ഇത് വിദേശികൾ മാത്രമൊന്നുമല്ല കേട്ടോ, ഇവിടെ തായ്ലൻഡിലുള്ള ഒത്തിരി പേരും ഇവിടെ വന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. എങ്ങോട്ട് വന്നാ?